ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, കേരളം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളയായിരുന്നു. പക്ഷേ ഇപ്പോഴും എന്താണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയവർ ഇപ്പോഴും പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുകയാണ്. യാതൊരു നിയമ നടപടിയിലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കുറ്റപത്രം സമർപ്പിച്ചതിലടക്കം വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവർ സുഖമായി ഇതിൽ നിന്ന്, ഈ കേസിൽ നിന്ന് പുറത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനൊക്കെ വഴി തെളിച്ചത് ആര് എന്നുള്ളതാണ്. അതായത് ചിലർക്ക് വേണ്ടി മാത്രമായി ഇറക്കുന്ന ഒരു ഉത്തരവ്, അതിൽ ആശയക്കുഴപ്പങ്ങളും പാകപ്പിഴകളും ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ പോലും അതിലും ലാഘവത്തോടുകൂടിയുള്ള അല്ലെങ്കിൽ ലഘൂകരിക്കത്തക്കവണ്ണമുള്ള തെളിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരെ സംരക്ഷിക്കാനാണ്? ഈ ഗൂഢാലോചന നടത്തിയവരും ഒപ്പം ഇതിൽ പങ്കാളികളായവരും. ഇവരുമായിട്ടുള്ള ബന്ധം തമ്മിൽ രാഷ്ട്രീയക്കാരായാലും ഭരണകൂടമായാലും റവന്യൂ ഉദ്യോഗസ്ഥരായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരായാലും ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രധാന പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങളായാലും ഒക്കെ ഇവരുമായി ചേർന്ന് കിടക്കുന്ന ബന്ധം എന്താണ്? നോക്കൂ രോഹിണി, മലയാളത്തിലെ രണ്ട് പഴഞ്ചൊല്ലുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്ന്, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്നുള്ള ഒരു ചൊല്ല് മലയാളത്തിലുണ്ട്. വേലി വിളവ് തിന്നാൽ ഉള്ള അത്ഭുതകരമായ പ്രത്യാഘാതത്തെ കുറിച്ചുള്ള മറ്റൊരു ചൊല്ലും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായത് അഴിമതിക്കാരെയും രാജ്യദ്രോഹികളുമാകുന്ന ഭ്രാന്തന്മാരെ ചങ്ങലക്കിടേണ്ടിയിരുന്ന ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അതോടൊപ്പം കേരളത്തിന്റെ നിയമ സംവിധാനത്തെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് അടിമുടി ഭരണകൂടവും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു വലിയ നെറ്റ്വർക്ക് കാട്ടിക്കൂട്ടിയ ആഭാസത്തരവും തെമ്മാടിത്തരവുമാണ് മുട്ടിൽ മരമുറി കേസിന്റെ പുറകിലുള്ളത്. നമുക്കറിയാം, സംഭവത്തില് ഒരു ഉത്തരവുണ്ടാകുന്നതും അതിലെ തൃശ്ശൂരും ഇടുക്കിയിലും എറണാകുളത്തും ഒക്കെ നടന്നതിനേക്കാൾ അതിഭയാനകമായ, പേടിപ്പെടുത്തുന്ന ഒരു കൊള്ള നടന്നത് വയനാട്ടിലാണ്. കാരണം പാരിസ്ഥിതിക ദുർബല പ്രദേശമായ വയനാട്, മനുഷ്യന്റെ അത്യാർത്തിയുടെ അനന്തര ഫലം ഇന്ന് അനുഭവിക്കുന്നത് ആ പാവപ്പെട്ട ജില്ലയിലെ നിരപരാധികളായ ജനങ്ങളാണ്. അവിടെ ഭൂമിയുടെ ആക്രമണങ്ങൾ നടക്കുന്നു, മഴ പെയ്യുമ്പോഴത്തേക്കും ഉരുൾപൊട്ടുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ നാശനഷ്ടം സംഭവിക്കുന്നു, നൂറുകണക്കിന് ആളുകൾ ഇന്നും ഭൂമുഖത്തൊന്നും അപ്രത്യക്ഷമാകുന്നു, അവരുടെ ഭൗതിക ശരീരം പോലും ലഭിക്കുന്നില്ല. കോഴിക്കോട് നിന്നും പോകുന്ന ഈ ദിവസങ്ങളിൽ ചുരം പാത പോലും ഇടിച്ചിലിന്റെയും ഭീതിയുടെയും അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ്. നോക്കൂ, ഞാൻ വെറുതെയല്ല വേലി വിളതിന്നുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചത്. ഈ സംഭവം ഉണ്ടാകുന്നത് കോവിഡ് മഹാമാരി കത്തി നിൽക്കുന്ന 20-21 വർഷങ്ങളിലാണ്. 2020-21 ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസത്തിലാണ്. ഏതാണ്ട് കേരളം സമ്പൂർണമായ അടച്ചിലായിരുന്നു. നമുക്കറിയാം, ഒരു മരുന്ന് വാങ്ങാൻ കുറിപ്പടിയില്ലാതെ പുറത്തിറങ്ങാൻ മലയാളിക്ക് അനുവാദമില്ലാത്ത കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. ഒരു ഈച്ചയ്ക്ക് പോലും അനങ്ങണമെങ്കിൽ, ഒന്ന് വയനാട്ടിലേക്കോ പുറത്തേക്കോ കടയിലേക്കോ ഇറങ്ങണമെങ്കിൽ പോലീസിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും കർശന പരിശോധനകൾ മറികടന്ന് മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മുട്ടിൽ മരമുറി കേസിൽ നമ്മൾ കേൾക്കുന്നത് ഈ കാലയളവിൽ നിരനിരയായി വയനാട്ടിൽ നിന്നും എറണാകുളം വരെ യാതൊരു സർക്കാരിന്റെ അംഗീകാരമോ പാസോ ലഭിക്കാത്ത തടിലോറികൾ ഒരു പരിശോധനയും കൂടാതെ ഒരു പാവപ്പെട്ടവന് മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ എത്തുമ്പോൾ നിരവധി ചെക്കിംഗ് നടത്തുന്ന പോലീസും ആരോഗ്യ പ്രവർത്തകരും വനംവകുപ്പുമുള്ള കേരളത്തിൽ നിരനിരയായി കേരളത്തിന്റെ സമ്പത്ത് കൊള്ള ചെയ്ത് ഒരു പരിശോധനയും കൂടാതെ എറണാകുളത്തേക്ക് ഈ വാഹനം പോയതിലൂടെ തന്നെ വളരെ വ്യക്തമായിരുന്നു ഇത് കേവലം ചെറുമീനുകൾ മാത്രമല്ല, വമ്പൻ സ്രാവുകൾ അറിഞ്ഞുകൊണ്ട് നടത്തിയ പച്ച കൊള്ളയാണ് മുട്ടിൽ മരമുറി കേസിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ചിലരും ചൂണ്ടിക്കാണിച്ചു. അവിടെ പോവാനും അവരോട് സംസാരിക്കാനും അവസരം കിട്ടിയ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഞാൻ. 20-ലധികം ആദിവാസികൾ അവർക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിൽ നിന്നും അവർക്ക് 4 ആള് പിടിച്ചാൽ കിട്ടാത്ത തേക്കും ഈട്ടിയും എവൺ മരങ്ങളുമാണ് ഒഴിച്ചു മാറ്റപ്പെടുന്നത്. അവരോട് കരാറിന്റെ കാര്യമൊക്കെ പറഞ്ഞു ആവർത്തിക്കുന്നില്ല. പക്ഷെ അത്തരം ആളുകളെ കർശനമായി വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ആന്റണിയുടെ കൈപ്പടയിലാണ് അത്രേ അവിടെ നിരവധി അഗ്രിമെന്റുകൾ ഉണ്ടാക്കിയത്. എഴുത്തും വായനയും അറിയാത്ത 20ഓളം ആദിവാസികളുടെ ഭൂമിയിൽ, ഉന്നതിയുടെ ഭൂമിയിൽ ചെന്ന് അവരോട് അവരുടെ മരത്തിന് അനുമതി പത്രം പോലും പ്രതികളാണ് തയ്യാറാക്കിയത്. കയ്യക്ഷര പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നു
ഇത് ആന്റോയുടെ കൈപ്പത്തിയിലാണ്. ഈ അവരുടെയൊക്കെ ചരിത്രം ഞാനിവിടെ പറയുന്നില്ല, വ്യക്തിഹത്യ നടത്തുന്നില്ല. ഒരു ഗതിയുമില്ലാതെ പിറന്നു വീണ ഈ ഭൂമിയിൽ കോടാനുകോടി രൂപയുടെ ആസ്തിയും സമ്പത്തുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നതിന്റെ പുറകിൽ ഇവർ നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും നിയമരാഹിത്യവും ഈ സംസ്ഥാനത്തെ നിയമത്തിന് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഇത്തരം ആളുകളെ ഭരണകൂടം സംരക്ഷിക്കുന്നുവോ? അതാണ് പച്ചയായ യാഥാർത്ഥ്യം. നോക്കൂ, ഈ പ്രതികളെ ഒളിപ്പിച്ച ആള് അന്ന് ഈ പ്രതികളെ പിടിക്കാൻ അനുമതി പത്രവുമായിട്ട് അല്ലെങ്കിൽ പോയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് വിളിച്ചിട്ട് നിങ്ങൾ അനങ്ങരുത് എന്ന് പറയുന്നത്. ഇത്ര പച്ചയായ നഗ്നമായ നിയമലംഘനം, കോടതി ഉത്തരവുകൾ കാറ്റിപ്പറത്തിയിട്ട് പൊതു ജനത്തിന് അർഹമായ പണം കൊള്ള ചെയ്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തുനിഞ്ഞപ്പോൾ അവരെ വിലക്കാൻ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ കോൾ അവർ നിൽക്കുന്നു. ഇവിടെ തന്നെ ഇരകളുണ്ട്, അവർ തുറന്നു പറയാനില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ, അദ്ദേഹം ഇതിനു വേണ്ടി വേട്ടയാടപ്പെട്ട ആളാണ്, എന്റെ സുഹൃത്താണ് ബാദുഷ. അദ്ദേഹത്തെ പോലും ഈ ആന്റണിയുടെയും അവരുടെ ചാനലുകാര് ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, ഒരു ഭരണകൂടത്തിന്റെ അനുവാദവും അംഗീകാരവും ഇല്ലാതെ ഈ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 4 കർഷകരെ പറ്റിച്ചു, 20 ആദിവാസികളെ പറ്റിച്ചു. മാത്രമല്ല, കേരളത്തിൽ ഒരിക്കൽ പോലും പുനഃസൃഷ്ടിക്കാൻ കഴിയാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 500-ലധികം വർഷം പഴക്കമുള്ള 3 മരങ്ങൾ, 400 വർഷത്തിലധികം പഴക്കമുള്ള 9 മരങ്ങൾ, ഇങ്ങനെ 112-ലധികം വിലമതിക്കാനാവാത്ത സമ്പത്താണ് കേരളം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഇത്തരം മരങ്ങളുടെ മരം വെട്ട് തടയാനുള്ള കാരണം തന്നെ അവ പ്രകൃതിയിൽ ഇഷ്ടം പോലെ വളരാത്ത മരങ്ങളാണ്. നാം കുഴിച്ചിട്ടുണ്ടാക്കാൻ പറ്റാത്ത മരമാണ് അത്ര ഈട്ടി എന്ന് പറയുന്നത്. ഈട്ടി വേരിൽ പൊട്ടുക, മറ്റൊരു തായ്മരത്തിൽ നിന്നല്ലാതെ ഈട്ടി മുളയ്ക്കുകയില്ല. ആ തരത്തിൽ പ്രകൃതിക്ക് ഇത്രയധികം സന്തുലിതാവസ്ഥയ്ക്കും പ്രകൃതിക്ക് ഒരുപക്ഷെ അപരിഹാര്യമായ നഷ്ടമുണ്ടാക്കുന്നതുമായ മരങ്ങളായതുകൊണ്ടാണ് ഇവരൊക്കെ മുടിക്കരുത് എന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അന്ന് ആന്റണിയെയും സഹോദരന്മാരെയും ഒളിപ്പിച്ചത് ഇന്ന് അവർ വിലയ്ക്ക് വാങ്ങിയ ചാനൽ മുതലാളിയായിരുന്നു, അന്നത്തെ ചാനൽ മുതലാളിയായിരുന്നു. അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവാണ്. അദ്ദേഹത്തിന്റെ ആഫീസിൽ പാർട്ടിയിലേക്ക് പിന്നീട് മാറുകയും മുഖ്യമന്ത്രിക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും ചാനൽ ചർച്ചയിൽ പോകുന്ന ഇടതുപക്ഷം ചാനൽക്കാർക്ക് വേണ്ടിയുള്ള ക്യാപ്സൂളുകൾ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുന്ന ജോലിയാണ് അദ്ദേഹത്തിനുള്ളത്. നഷ്ടത്തിലായ ആ സ്ഥാപനം കോടികൾ വില കൊടുത്തുകൊണ്ട് കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ട് വാങ്ങുമ്പോൾ പാർട്ടിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. കൈരളി ചാനൽ കാണാൻ ഇന്ന് ആളുകളില്ല. ആ ചാനലിൽ നിന്നും ജനങ്ങൾ ബഹിഷ്കരിക്കുന്നു. വളരെ ലളിതമായിട്ട് പാർട്ടിയും സർക്കാരും മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് സെക്രട്ടറിയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയും നടത്തിയ ഗൂഢാലോചനപരമായിട്ടാണ് പാർട്ടിക്ക് കുറെ കൂടി നല്ലത്, കൈരളി ചാനലിനേക്കാൾ നല്ലത് നിഷ്പക്ഷം എന്ന് പേരുള്ള ഒരു ചാനൽ അത് മുന്നോട്ട് വരികയും അത് വാങ്ങുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ വഞ്ചിക്കാൻ എളുപ്പമാണ്. വളരെ ഭംഗിയായിട്ട്, നമുക്കൊക്കെ അറിയാം, വളരെ വളരെ ഭംഗിയായിട്ട് ആ കർത്തവ്യം ആ ചാനൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഈ നോക്കൂ, ബാദുഷയെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ വന്ന അയൽവാസി അദ്ദേഹവുമായിട്ട് അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കുകയും തൊട്ടടുത്ത ദിവസം ഈ ചാനൽ വന്ന് അദ്ദേഹം കുടിവെള്ളം മുട്ടിക്കുന്നു എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയും ചെയ്തു. നിരവധി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ പീഡിപ്പിക്കപ്പെട്ട കഥകൾ. ഒരുപക്ഷെ ഈ ചാനലിൽ ഇരിക്കുന്ന ജോസഫ് മാത്യു സാർ പോലും വളരെ കൊടിയ പീഡനങ്ങൾക്കിടയാക്കപ്പെട്ട അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായ പലതും ലഭിക്കാതെ പോയതാണ്. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കലക്ടറോ ഒരു പോലീസ് ഉദ്യോഗസ്ഥ, ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോ മാത്രമല്ല, കേരളത്തിലെ അടി മുതൽ മുടി വരെ, മുഖ്യമന്ത്രിയുടെ ആഫീസ് മുതൽ വനം വകുപ്പ് ആഫീസ് വരെ പാർട്ടിയുടെ സകലമാന സംവിധാനങ്ങളും ചേർന്ന് തിരക്കഥ എഴുതി ഉണ്ടാക്കി നടത്തിയ അപരിഹാര്യമായ കൊള്ളയാണ് യഥാർത്ഥത്തിൽ മുട്ടിൽ മരമുറി കേസ്. അതെ, ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, അത് മാത്രമല്ല, ഇത്തരത്തിൽ ഈ വനം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുമ്പോൾ ആദ്യം സ്വയരക്ഷ എന്നോണം ചില പ്രഖ്യാപനങ്ങളൊക്കെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായല്ലോ. അതായത് അന്ന് വനം മന്ത്രിയായിരുന്ന AK ശശീന്ദ്രൻ പറഞ്ഞത് കൃത്യമായി, അതായത് DNA പരിശോധന അടക്കം ഞങ്ങൾ നടത്തിയില്ലേ, കണ്ടുപിടിച്ചില്ലേ, 574 വർഷമുള്ള മരമാണിത് എന്നുള്ളത് കണ്ടുപിടിച്ചില്ലേ, അത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് എന്ന് പറയുന്നു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ ഇപ്പോൾ എന്തായി എന്നുള്ളതാണ്, തുടർ നടപടികളൊന്നും നടക്കുന്നതേയില്ല എന്നുള്ളതാണ്.
അല്ല, ആ കേസിന്റെ പരിസമാപ്തി എന്താണെന്ന് എന്നേക്കാൾ ഇതിന് പറയാനുള്ള ജോസഫ് സാറിനോടുള്ള ഞാൻ സംസാരിക്കാത്തത്. FIR തന്നെ ആ കേസ് തള്ളിപ്പോവാൻ, ഈ കാട്ടുകള്ളന്മാർക്ക് രക്ഷപ്പെടാനുള്ള പഴുത് ഏത് അന്വേഷണം വന്നാലും ശരി, ആ കേസ് കോടതിയിൽ നിന്നും അവർക്ക് പുഷ്പം പോലെ ഊരിപ്പോരാനുള്ള വകുപ്പാണ് FIR തന്നെ എടുത്തത് എന്ന് പറയാൻ എന്നേക്കാൾ യോഗ്യതയുള്ള സാറുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. അദ്ദേഹം കൃത്യമായിട്ട് പറയാൻ അദ്ദേഹത്തിന് കഴിയും. ഏത് കൊലകൊമ്പൻ അന്വേഷിച്ചാൽ. മാത്രമല്ല രോഹിണി, ഒരു കാര്യവും കൂടിയുണ്ട്. ഇതിന്റെ ആദ്യഘട്ട 1ാം ഘട്ട കുറ്റപത്രം 2024 മാർച്ച് 13 സമർപ്പിച്ചു. ആദ്യഘട്ടം അതിനോട് കോടതി ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ട് ഈ 3 പ്രതികൾ, ഏതാണ്ട് 12 പ്രതികളായിരുന്നു അന്നുണ്ടായിരുന്നത്, ഇന്ന് 68ഓളം പ്രതികളുണ്ട്. ഒരാള് പോലും ഒരു കോടതിയുടെ, ബത്തേരിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ ഉത്തരവ് അതനുസരിക്കാൻ പോലും തയ്യാറായില്ല. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ പോലീസ് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഇത് സത്യത്തിൽ കോടാനുകോടി രൂപ വിലയുള്ള, ഏതാണ്ട് 15 കോടിയോളം രൂപ ആണ് സർക്കാർ കെട്ടിയിരിക്കുന്ന വില. അതിനേക്കാൾ എത്രയോ മൂല്യമുള്ള, തലമുറകൾ കൊണ്ട് സൃഷ്ടിച്ചെടുക്കാൻ പറ്റാത്ത, പ്രകൃതിക്ക് അപരിഹാര്യമായ നഷ്ടമുണ്ടാക്കുന്ന, പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഈ കേരളത്തെ ഊറ്റി കുടിക്കാനും അതിന്റെ പങ്ക് പറ്റിയത് ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിരിക്കുന്ന ഉന്നതന്മാരാണ് എന്നുള്ളതാണ് ഈ കേസിന്റെ നിർണായകമായ വഴിത്തിരിവെന്ന് പറയുന്നത്. അതിന്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായും. അതുകൊണ്ടാണല്ലോ കുറ്റപത്രം ഉൾപ്പെടെ ദുർബലമാക്കിയതും.